ഹലോ ആർമീസേ, എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്നു. എനിക്ക് സുഖമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനിനി ഒരു മാസത്തേക്ക് വീഡിയോസൊന്നും കാണൂല. ഇനി മാർച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഞാനിനി ഒരു മാസത്തേക്ക് ഒരു ലോങ് ലീവ് എടുക്കാൻ പോവുകയാണ്. കാരണം ഒട്ടും വയ്യ. ഇത് പനി ജലദോഷം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രെസ്സ് കുറച്ച് കൂടുന്നു. മെയിൻ കാര്യം എക്സാംസാണ്. അപ്പോൾ എക്സാംസിൻ്റെ പ്രഷർ, അതിൻ്റെ കൂടെ ഇതും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഓരോരുത്തർ സ്റ്റോറി ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മിക്കുള്ളവർക്കും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊരു പ്രൊഫസർ വൺ ഷോട്ടാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എടി പെണ്ണെ, ഇങ്ങോട്ട് എണീച്ചാണ് കോളേജിൽ ഫസ്റ്റ് ഡേ ആയിട്ട് അവൾ കിടന്ന് ഉറങ്ങണില്ലേ? നീ പറയണ കേട്ടോ, ഫസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഇയറല്ലേ, പയ്യെ പോവാം. എടി പെണ്ണെ, നീ പറയണ ഇത് ഇന്ന് പുതിയതായിട്ടൊരു പ്രൊഫസർ വരെയാണ്. അതും പോരാഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഫ്രഷേഴ്സ് ഡേ ആണ്, മറക്കല്ലേ? ഓ, പറയണക്ക് അതും തയ്യാറാക്കണമല്ലേ? ആ, പെട്ടെന്ന്. ഉഫ്. പെണ്ണെ, ഇന്നൊന്ന് കുളിക്കോ നീ? അതെ, ഇന്ന് കുളിക്കാതെ വരുമോ? മനസ്സിലാക്കിയേക്കണം നീ കൊച്ചിക്കള്ളി. നമുക്ക് എന്തിനാടി കുളി? ഞാൻ ഇന്നലെ രാത്രി കൂടെ കുളിച്ചതല്ലേ. എങ്ങനാ? ഇന്നലെ രാത്രി ആര് കുളിച്ചെന്ന് കേട്ടില്ല. കുറേ കാര്യം തലയിൽ കിടക്കണമെന്നാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രിയല്ലടാ, മിനിങ്ങാൻ രാത്രി. ദിവസം പെട്ടെന്ന് പോകണം. പെണ്ണെ, പെട്ടെന്ന് റെഡിയായി വാ. പറഞ്ഞിട്ടുണ്ട്, നീ കുളിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്. എന്താടാ, നീ ക്ലാസ്സിൽ പോയില്ലേ? നീ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്? കട്ട് ചെയ്യാൻ ആര് പോയത്? അങ്ങേരെ എന്നെ ക്ലാസ്സിൽ കയറ്റിയില്ലടി. പുതിയ പ്രൊഫസർ അങ്ങനെ ചെയ്താ? അപ്പം നമ്മളും ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. വെരി ഗുഡ്. ആ, ഞാൻ വെറും 5 മിനിറ്റ് താമസിച്ചാണ്. നിന്നെ ഇനി കയറ്റൂല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്യാൻറ്റീൻ വല്ലതും പോയിരിക്കാം. അതാകുമ്പോൾ നമുക്ക് ഫ്രഷേഴ്സ് ഡേനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞു. എന്നെ എടുത്തുകൊണ്ട് പോടി. എനിക്ക് നടക്കാൻ വയ്യ, നീ എന്നെ എടുത്തുകൊണ്ട് പോ. അയ്യോ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല ഇല്ല, ഒന്നും പറ്റിയില്ല. ഞാൻ നിൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ ഇവിടെ തുള്ളിച്ചാട്ടി നടക്കലെന്ന്. ഇങ്ങനെയല്ലേ വരുള്ളൂ. പിന്നെ അത് ഞാൻ കണ്ടില്ല. ഓ, എന്ത് ചെയ്യാൻ, എൻ്റെ ക്യാരക്ടർ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ലല്ലോ ബേബി. താൻ കുഴപ്പമൊന്നുമില്ലല്ലോ? എടി, അത് പുതിയ പ്രൊഫസറാടി. പുതിയ പ്രൊഫസറാ? എന്താ, എന്നെ കണ്ട പ്രൊഫസറായിട്ട് തോന്നൂലേ? അങ്ങനെയൊന്നുമില്ല സാർ. പിന്നെ എങ്ങനെയാണ്? ആൾ ഭയങ്കര കലിപ്പിലാണല്ലേ. എന്താ, കോളേജ് വന്ന ക്യാൻറ്റീനാണോ നിങ്ങൾക്ക് വരാതെ? ക്ലാസ് റൂമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സോറി സാർ, അത് ഇവനെ വെളിയിലാക്കിയോണ്ട് നമ്മൾ വിചാരിച്ച് നമ്മളിനി അതിനേക്കാളും താമസിച്ച് വന്നുകൊണ്ട്. ആ, അതിന് അവനാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല തീരുമാനിക്കുന്നത്. പിന്നെ അടുത്ത പ്രാവശ്യം മുതൽ ഇനി എല്ലാ ക്ലാസ്സിലും എൻ്റെ അത് കയറിയിരിക്കണം നിങ്ങൾ. എന്തോന്നും മുരടാനല്ലേടെ അങ്ങേര്. എങ്ങനെയാ തോന്നി 1 വർഷം സഹിക്കുന്ന? ഉഫ്. അതെ, എങ്ങനെ എന്ത്? അതിന് നീ ഇത്രയും ഷൈ ആവണേൻ്റെ കാര്യം എന്തുവാ? അതെ, നിനക്ക് അങ്ങേരെ ഇഷ്ടമാണെന്ന് മാത്രം പറയരുത് മക്കളെ. കൊച്ചുകള്ളം മനസ്സിലായി കളഞ്ഞു. ഡേയ്, നീ സീരിയസ് ആണോ? ഞാൻ സീരിയസ് അല്ലാതൊരു കാര്യം പറയാറില്ല മോളെ. എന്താണെന്ന് തോന്നിയിട്ട് കണ്ടപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാണ് എന്തോന്നെന്ന് പറഞ്ഞുകൂടാ മോളെ. നമുക്കങ്ങനെ സെറ്റാക്കാം. പക്ഷേ ഒരാഴ്ച കഴിയിട്ട് ഫ്രഷേഴ്സ് ഡേ ഒന്ന് കഴിയട്ടടാ. നീ എൻ്റെ മുത്താടി ഉമ്മ. ഉമ്മ വേണ്ട, തൽക്കാലത്തേക്ക് കാട്ടിപ്പിടിക്കാം. ഓക്കെ. ആ ഒരാഴ്ച അവർ ഫ്രഷേഴ്സ് ഡേയിൻ്റെ ഒരുക്കങ്ങളായിട്ട് അങ്ങനെ പോയി. എത്ര പെട്ടെന്ന് അത് പോയെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടിയിരുന്നു. പക്ഷേ നമ്മുടെ ജിമ്മി കിട്ടുന്ന അവസരത്തിലൊക്കെ ജങ്കുക്കിനെ നല്ലോണം സൈറ്റ് അടിക്കുന്നുണ്ട്. അത് ജങ്കുക്കിന് ചെറുതായിട്ട് ഫീലായും തുടങ്ങി. അവന് മനസ്സിലായി അവന് സൈറ്റ് അടിക്കുന്ന കാര്യം. പക്ഷേ അവൻ ഒരു സ്റ്റുഡൻ്റ് എന്നല്ലാതെ അവളെ വേറെ ഒരു രീതിയിലും കാണരുത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പയ്യെ എപ്പോഴും ഒരു സ്ട്രിക്റ്റ് രീതിയിൽ തന്നെ പോയി. ആഫ്റ്റർ 1 വീക്ക്
നീ പേടിക്കണം, നീ നല്ലോണം പെർഫോം ചെയ്യും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പിന്നെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. സൂപ്പറായിരുന്നു, താങ്ക് യു. അടുത്തത് എൻ്റെ അല്ലേ, പോ. ഓൾ ദ ബെസ്റ്റ്. சொல்லாமல் கொள்ளாமல் நெஞ்சோடு காதல் சேர நெஞ்சோடு காதல் சேர மூச்சு முட்டுதே. என்னாலும் என்னாலும் கை கோர்த்து போகும் பாதை கை கோர்த்து போகும் பாதை கண்ணில் தோன்றுதே. சொல்லாத இன்பங்கள் பொல்லாத ஆசைகள் உன்னோடு சேர்ந்தது பாரம் கூடுதே. திராத தீரங்கள் காணாத காட்சிகள் உன்னோடு கண்டதில் இதம் போகுதே. சின்ன சின்ன ஆசை திக்கி திக்கி பேச மல்லிகைப்பூ வாசம் கொஞ்சம் காத்திட வீச முத்து முத்து பார்ப்போம். അവസാനം വീട്ടിൽ എത്തി. പെണ്ണെ ഇപ്പോൾ കുളിച്ചിട്ട് കിടടി, എനിക്കങ്ങ് വയ്യ. ഗുഡ് നൈറ്റ്. എടി പെണ്ണെ, ഒന്ന് പയ്യെ വായി നോക്ക്, ക്ലാസ്സിലാണ്, നിനക്കറിയല്ല, അങ്ങനെ പിടിച്ചാൽ കിട്ടും നിനക്ക്. മോളെ, ക്ലാസ് റോഡ് ഒന്നുമില്ല, വായി നോക്കട്ടെ, എപ്പോൾ വേണം നോക്കാം. അപ്പോൾ ഓക്കെ, ക്ലാസ് ഇനി ഇത്രയേ ഉള്ളൂ. ജിമിൻ, എൻ്റെ ക്യാമ്പിലോട്ടൊന്ന് വന്ന് കാണണം. ഓ ഓക്കെ സാർ. ഡേ, ഇത്രയും നാണപ്പുറം മിക്കവാറും അങ്ങനെ അടിക്കാനായിരിക്കും. പാടി അങ്ങനെ വിളിച്ചുകൊണ്ട് മനസ്സിലായില്ലേ, റൊമാൻസിന്. ഞാൻ എത്ര ഇതിൽ കണ്ടിട്ടുണ്ട്, ഡ്രാമയിലൊക്കെ ഇതുപോലെ റൊമാൻസ് എടുക്കണം. മോളെ, ഡ്രാമ അല്ല, ഇത് ജീവിതമാണ്, മനസ്സിലായോ? ഒന്ന് പോടി. ആ പോണ സാധനം ഇതേപോലെ അങ്ങ് തിരിച്ചു വന്നാൽ തീർന്നു. നീ പേടിക്കണ്ട, അങ്ങേരെ അവളെ അടുത്ത് പഞ്ഞി കിട്ടിയേ തിരിച്ചയക്കുള്ളൂ, നോക്കിക്കോ. മേ കമിൻ സാർ? യെസ് കമിൻ. താനൊക്കെ എന്തിനാണോ കോളേജിൽ വരുന്നത്, പഠിക്കാനോ അതോ വേറെ എന്തെങ്കിലും? താൻ എന്നെ സൈറ്റ് അടിക്കണോ ഞാൻ കാണാറുണ്ട് കേട്ടോ. കൊള്ളാലോ, എന്നിട്ടാണ് സാർ എന്നെ നോക്കാത്തത്. സാറൊന്ന് നോക്കോന്നും പറഞ്ഞ് എത്ര പ്രാവശ്യമൊന്ന്. വല്ലാത്ത മോശമായി പോയി സാറേ, സാറൊന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഉഫ്, തന്നെക്കൊണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ താനിപ്പോൾ എന്തോന്നും ചെയ്യും? സാറിൻ്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ സാർ. അത് തനിക്കെങ്ങനെ അറിയാം? എന്തോ ആവട്ടെ, എനിക്ക് കല്യാണം ഉറപ്പിച്ച് വെച്ചൊക്കെയാണ്. അതിനെന്താ സാർ, അതിനിപ്പോൾ. പക്ഷെ ഒരു കാര്യം പറയാം, എൻ്റെ കാര്യത്തിൽ താലി വീഴുമെങ്കിൽ അത് താൻ തന്നെ ആയിരിക്കും കിട്ടണം. അപ്പോൾ ഓക്കെ സാർ, ബൈ, നമുക്ക് പിന്നീട് കാണാം. അങ്ങനെ ജിമ്മിൻ്റെ ലാസ്റ്റ് ഇയർ ഓഫ് കോളേജും കഴിഞ്ഞ് അവർ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങി. ഇപ്പോൾ ജിമ്മിൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, വീട്ടിലാണ്, ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. വിയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം, എടാ വി, മക്കളെ ഒന്ന് ജിമ്മിയടുത്ത് പറഞ്ഞുതരാം, ഇന്നാണ് അവളെ പെണ്ണ് കാണാൻ വേണ്ടി അവർ വരുന്നതെന്ന്. ആ അമ്മേ, ഞാൻ പറഞ്ഞേക്കാം. എടാ, ഇന്നാണ് പെണ്ണ് കാണാൻ വരുന്നതെന്ന്. ആടാ, ഞാൻ അറിഞ്ഞു, ഞാൻ റെഡിയാവാം. പ്രത്യേകിച്ച് വലിയ ചടങ്ങായിട്ടൊന്നും വേണ്ട, നമുക്കെല്ലാം അറിയാമല്ലോ. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാവുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ മോളെവിടെ? അവളെങ്ങ് വിളി. എവിടെ പോയി അവള്? ദാ വരുന്നു മോള്, ഇതാ മോള്. അവൻ്റെ കിളി പോയി മോളെ. ഒരു കാര്യം ചെയ്യ്, നീ ഇവനെ വിളിച്ചുകൊണ്ട് വരുന്ന സംസാരില്ല, അപ്പം മനസ്സിലാവും.
കുഴപ്പമില്ല ആൻറ്റി, ഞാൻ എല്ലാ കിളിയും തിരിച്ചെടുത്തിക്കാം. വാ എൻ്റെ കൂടെ, ഞാൻ കൊണ്ടുപോവാം. ശരിക്കും കിളി പോയല്ലേ? നീ എങ്ങനെ ഇവിടെ? ഞാൻ പെണ്ണ് കാണാനല്ലേ വന്നത്. തനിക്കിതുവരെ എന്നെ മനസ്സിലായില്ലേ? അതെങ്ങനെ മനസ്സിലാവാനാ? ഈ പെണ്ണ് ഓക്കെ ആണെന്ന് ചോദിച്ചൊരു ഫോട്ടോ കാണിച്ചാൽ അതുപോലും നോക്കൂലല്ല. അപ്പം ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ തനിക്കറിയാമായിരുന്നു ഞാനാണ് ചെറുക്കനെന്ന്? പിന്നെ അറിയാതെ ഞാൻ നിന്നെ വെറുതെ നോക്കിയതാ. കിട്ടുന്ന സാധനത്തിനെ മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ, അതുകൊണ്ടാണ്. തനിക്ക് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും പറയായിരുന്നു ഇങ്ങനെ നീയാണെന്ന്. എനിക്കപ്പോഴേ മനസ്സിലായി, എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ തനിക്ക് മനസ്സിലാവാത്തപ്പോൾ താൻ എൻ്റെ ഫോട്ടോ കണ്ടില്ലെന്ന്. പിന്നെ തനിക്ക് എന്നെ ഇഷ്ടമാണെന്നും മനസ്സിലായി, കാരണം അന്ന് എന്നെ നോക്കണം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ താൻ എൻ്റെ ഫോട്ടോ കണ്ടില്ലെന്നും എല്ലാം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കളിപ്പിച്ചത് ഞാൻ. എനിക്ക് കുറേ നാളുകൊണ്ടുള്ള ഒരാഗ്രഹം വരുന്നത്. അപ്പം നീ എൻ്റെതായതുകൊണ്ട് എനിക്കത് ചെയ്യാമല്ലോ. പോടോ. This ain't just another love song, baby. It's my way of putting feelers out. All the traffic in my head's gone crazy. I'm gonna trust my heart right now. And if it's better to bet on us, then I double down. And if we end up in bed, end up with the covers out. And if I'm wrong, I just bury my head deep on the ground. I gotta know, are you feeling the rush? If so, then I think I know what's going on. Now we're falling in love, say yes or no. Yes or no, yes or no. Are you thinking about us? If so, then I think I know what's going on. Now we're falling in love, say yes or no. Yes or no, yes or no. Everybody in this club so faded. I'm tripping over getting lost on you. If we forever started out as strangers, I think my ever after just came true. If you could see what I see, then I see what it's about. We will go higher and higher, but we're not looking down. If it's a dream, there's no telling when I'll be coming round. And I gotta know, are you feeling the rush? If so, then I think I know what's going on. Now we're falling in love, say yes or no. Yes or no, yes or no. Are you thinking about us? If so, then I think I know what's going on. Now we're falling in love, say yes or no. Yes or no, yes or no. Something about you, do you feel the way I do? There's magic in the room, tell me, do you feel it too? Something about you, do you feel the way I do? There's magic in the room, tell me what we gonna do. Are you feeling the rush? If so, then I think I know what's going on. Now we're falling in love, say yes or no. Yes or no, yes or no. Are you thinking about us? If so, then I think I know what's going on. Now we're falling in love, say yes or no. Say yes or no, yes or no. എടി, എന്തോന്നായിടി ഇന്നലെ? പറ. പ്രത്യേകിച്ച് ഒന്നും ആയില്ല പെണ്ണെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒളിപ്പിക്കൂല. പറ, എന്തോന്ന് നടന്ന്? നിൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. എടി, ഒന്നും പറയണ്ട. അങ്ങേർക്ക് ഇത്ര സ്റ്റാമിന ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ നിനക്കറിയില്ല എൻ്റെ ചൊറിയണ സ്വഭാവം. അങ്ങേര് ഇന്നങ്ങും വേണ്ട, നമുക്ക് പയ്യെ പയ്യെ മതി എന്നും പറഞ്ഞതാണ് ഞാൻ ആക്രാന്തത്തിൽ. നിനക്ക് നല്ല ക്ഷീണം കാണും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റാ? എന്താ ഗുഡ് നൈറ്റ് അല്ലേ? ഞാൻ എന്തെല്ലാം ആഗ്രഹമായിട്ടാണ് വന്നതെന്നറിയുമോ? എന്തോന്നാഗ്രഹം? അത് സ്വാഭാവികമായിട്ട് ഭാര്യ ഭർത്താവായി കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റില്ലേ? പോയി കിടന്നുറങ്ങും മക്കൾ. ഇങ്ങനെ സമ്മതിക്കുക. എന്താ ഷുവറാണോ നീ ഇതിനെക്കുറിച്ച്? യെസ്, ഐ എം ഷുവർ. അപ്പോൾ ജസ്റ്റ് ഗെറ്റ് റെഡി ബേബി ഗേൾ. യു ബി സ്ക്രീമിങ് മൈ നെയിം. 6 പാക്ക്. ഇപ്പം അതങ്ങ് നോക്കാനുള്ള ടൈമല്ലല്ലോ. പിന്നെ നിനക്ക് അറിഞ്ഞുകൂടാത്തതല്ലേ? ഓ, താൻ എന്നെ എടുത്തോണ്ട് എവിടെ പോകണ്ടോ? ഇവിടെ കേടാ.
ബേബി എനിക്കെന്താ സാറ്റിസ്ഫൈ ആയില്ല. സാറ്റിസ്ഫൈ ആയില്ലേ പോയേ, എനിക്കൊന്നും വയ്യ നീ. അങ്ങനെ പറയാൻ പറ്റൂല ബേബി. എന്നിട്ടവൻ വീണ്ടും എൻ്റെ പൊന്നോ ഭയങ്കര സ്റ്റാമിന ആയിരിക്കുമല്ലോ. എന്നാലും നിനക്കത് വേണം, നീയല്ലേ ചോദിച്ചു വെച്ചാൽ അവനല്ലേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. എൻ്റെ നീ ചോദിച്ചു വെച്ചില്ല കുഴപ്പമില്ല. എന്തുവാടി ഇന്ന് രാവിലെ സത്യം പറയാലോ 5 മണിക്കാണ് ഞാൻ ഉറങ്ങിയത്. അത്രയായോ? വാവ് വാട്ട് ഇസ് സ്റ്റാമിന ബേബി. നിൻ്റെയൊക്കെ ഒരു ലക്ക്. അപ്പോൾ ആർമീസേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, ഞാൻ ഇനി ഒരു മാസത്തേക്ക് ഒരു വീഡിയോ അങ്ങനെ ഇടാൻ പോകുന്നില്ല. ഞാൻ ഷോർട്സൊക്കെ ഇടും, പക്ഷേ ഒരു FF ഒരു വൺ ഷോട്ടോ അങ്ങനെയൊന്നും ഇടില്ല. അപ്പോൾ ഇതാദ്യമേ ഇൻഫോമും കൂടെ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ. അപ്പോൾ ശരി, ബൈ ആർമീസേ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇടയ്ക്ക് വെച്ച് ഞാനൊരു പാട്ട് പാടിയായിരുന്നു. അത് എൻ്റെ വോയിസ് ആയതുകൊണ്ടാണ് എനിക്കത് എത്രയും കോൺഫിഡൻസ് ഇല്ലാത്ത. ആ പാട്ടിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി. അപ്പോൾ ശരി, ബായ്. പിന്നെ എൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയണേ, കമൻറ്റ് ചെയ്യണേ. ബൈ ഗായ്സ്.